तेरा वीरे कंकुने चोखना को चक चकाक चक चक बद्दा रंग जो भरता है छे सुरती सुर जो मारी ले एक बेत्रो शाम माथे लाइने नाच आखू गाम माथे लाइने नाच ലവ് സ്റ്റോറി ആരംഭിക്കുന്നത് അഖില് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളുടെ ഡാൻസ് സ്കൂളിൽ ഞങ്ങളുടെ ഒരു ഓർക്കസ്ട്ര ടീമിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിന് ആദ്യമായിട്ടാണ് അഖില് വരുന്നത്. വന്ന് കയറി ഫസ്റ്റ് വായന കഴിഞ്ഞപ്പോഴേ ദേവുൻ്റെ മുഖത്തൊരു റിഫ്ലക്ഷൻ അടിച്ചായിരുന്നു. അത് ഞങ്ങൾ ശ്രദ്ധിച്ചു. ചേച്ചി ഞാനും അപ്പം ഇല്ലായിരുന്നു. അപ്പോൾ അന്നേരം തൊട്ട് ഞങ്ങൾക്കൊരു ദേവനൊരു ഭാവവ്യത്യാസം ഞങ്ങൾ കണ്ടു. കാരണം അഖില് വായിക്കുന്ന പ്രോഗ്രാംസിനൊക്കെ ഡാൻസ് ചെയ്യാൻ ദേവനൊരു പ്രത്യേക ഒരു എനർജിയാണ്, അല്ലാതെ മടിച്ചാണേ. ഞങ്ങളൊരു ടീമിൻ്റെ ഗുരുവായൂർ വെച്ചിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിനാണ് ദേവനുള്ളിൽ എന്തൊക്കെയോ കടന്നു പോകുന്നില്ലേ എന്നുള്ളൊരു ചിന്ത എനിക്കും പിന്നെ ഞങ്ങളുടെ വേറൊരു കസിനുണ്ട് വിച്ചു, ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇത് പൊക്കുന്നത്. അപ്പോൾ ആദ്യമേ കാണുമ്പോൾ പറഞ്ഞു അങ്ങനെ ഒന്നും ചേച്ചി എനിക്ക് അങ്ങനെ ഒന്നുമില്ല, നല്ലൊരു കലാകാരനല്ലേ, ആരാധനയാന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാം ദിവസം തന്നെ ഞങ്ങൾ പൊക്കി. കാരണം അത്രയും നാളും കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെയൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഈ അഖിലേന്റെ വായനയുടെ പുറകിന് പോകുമായിരുന്നു ദേവു ആ പ്രോഗ്രാമിന്. അതിനുശേഷം ഞങ്ങൾ പിടിച്ചപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദേവുവിന് സത്യം തുറന്ന് പറയേണ്ടി വന്നു. ആദ്യമൊന്നും സമ്മതിച്ചില്ല, ഞങ്ങൾ പറയിപ്പിച്ചു. ദേവു ചൂസ് ചെയ്ത ആളിൽ ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. ദേവു ഇപ്പോൾ കല്യാണം കഴിഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സങ്കടമില്ല. കാരണം എന്ന് വെച്ചാൽ ദേവു കയറി ചെല്ലാൻ പോകുന്നത് അതുപോലെ നല്ലൊരു ഫാമിലിയിലേക്കാണ് അവൾ കയറി ചെല്ലാൻ പോകുന്നത്. അതെ, ഞങ്ങൾക്ക് 100 അല്ല 150% ഉറപ്പാണ് ദേവു ഫുൾ ഹാപ്പി ആയിരിക്കും. അതുപോലൊരു ഫാമിലിയിലേക്കാണ് ദേവു ചെല്ലുന്നത്. ഞാൻ ആക്ച്വലി ദേവുവിൻ്റെ ചേച്ചിയാണ്. ജന്മം കൊണ്ട് ഞാൻ ചേച്ചിയാണെങ്കിലും ദേവു ഞാനോട് ഒരുമിച്ചിരിക്കുമ്പോൾ ഭരണം കൊണ്ടും കർമ്മം കൊണ്ടും ആണ് എൻ്റെ ചേച്ചി. സത്യം പറഞ്ഞാൽ ദേവു ഭയങ്കര ഷീസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ബിക്കോസ് ഒരു പ്രത്യേക ടൈപ്പ് ക്യാരക്ടറാണ്. വളരെ ലോലയാണ് ദേവു, വളരെ ലോലയാണ്. എനിക്ക് ചിന്തിക്കാൻ വയ്യ ഇന്ന് അവളുടെ ബിഗ് ഡേ ആണെന്ന് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് അവൾ കുറേ നാളുകളായിട്ട് ഞങ്ങൾ എല്ലാവരും കുറേ വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നൊരു മാരേജാണ് ഇന്ന് നടക്കുന്നത്. ഇറ്റ്സ് സോ ഹാപ്പി. ഐ വിഷ് ഓൾ ലക്ക് ടു ഹെർ. ഐ എം സോ ഹാപ്പി ഫോർ ഹെർ. ഐ ലവ് യു. ആഗ്രഹം പോലെ അഖിലേട്ടനെ കിട്ടി. അഖിലേട്ടൻ വെച്ച് ചത്തം കിടക്കുക. അവരുടെ ലൈഫ് അവരിപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ലൈഫ് ലോങ് അവർ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുള്ളിയുടെ കൂടെ അദ്ദേഹം ഭയങ്കര ഹാപ്പിയാണ്. രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഹാപ്പി മാരേജ് ലൈഫ്.